എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്ക് ഇന്നൊരു ഉണക്കമീൻ ചതച്ചതാണ്. ദേ ഉണക്കമീൻ ഇവിടെ കഴുകി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മുളക് തേച്ചെടുക്കണം. നമ്മൾ ഉണക്കമീനിൽ മുളക് തേച്ചെടുക്കുമ്പോഴേക്കും ഇവിടെ സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവോള നമ്മൾ വഴറ്റാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ്. അത് ഇങ്ങനെ വഴന്നുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ. ഇതാ നമ്മുടെ ഉണക്കമീനൊക്കെ ഇവിടെ മുളക് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെക്കാം. നമ്മുടെ ഉണക്കമീൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. നമ്മുടെ സവോള ഇവിടെ ബ്രൗൺ കളറിൽ വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് ചതച്ച മുളക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് പാകത്തിന് ഇടുക. ഒപ്പം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. നമ്മുടെ മീൻ അപ്പോഴേക്കും ഇവിടെ ഒരു വശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിനെ കേട്ടോ. ഇതാ മീനിൻ്റെ ഇപ്പുറ സൈഡും കൂടെ കൂടി ഒന്ന് റെഡിയായി വരണം. ഇതാ നമ്മുടെ ഉണക്ക മീൻ ഇവിടെ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഇതാ നമ്മൾ മീൻ ഈ ചതകല്ലിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളിങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ഉപ്പുമീൻ നന്നായിട്ട് വറുത്ത് ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഉണക്കമീൻ ചതച്ച് ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ തന്നെ കൂട്ടാൻ അതിലും ഭംഗിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ വഴറ്റിയ സവോളയുടെയും ആ ചതമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇങ്ങോട്ട് മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഉണക്കമീൻ വെറുതെ വറുത്ത് കൂട്ടുന്നതിൽ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. നാളെ കാണാം.